സാപിപതീവ ചക്ഷുഷാരമാപതിം യജ്ഞപതിം ജഗൽപതിം അതിതിരുവാച യജ്ഞേശയറ്റ പുരുഷച്യുതീർത്ഥപാദ തീർത്ഥശ്രവശ്രവണമംഗളനാമധേയ ആപന്നലോകവൃജിനോപശമയോദയാദ്യാക്ഷം നകൃതീശ ഭഗവന്നസി ദീനനാഥ വിശ്വായ വിശ്വഭവനസ്ഥിതി സംയമായ സ്വൈരം ഗൃഹീത പുരുഷക്തി ഗുണായ ഭുംനെ സ്വസ്ഥായ ശശ്വതുപബൃംഹിത പൂർണ്ണബോധ വ്യാപാദിതാത്മാ തമസേ ഹരയേ നമസ്തേ ആയുപരം വപുരഭീഷ്ടമതുല്യ ലക്ഷ്മേദ്യോ ഭൂരസാ സകല യോഗ ഗുണസ്ത്രീവർഗ ജ്ഞാനം ച കേവലമനന്ത ഭവന്തി തുഷ്ടാൽ തത്തയോ ഗുണം കിമു സപത്നജയാദിരാശി ശ്രീശുഗവാചാദിത്യൈവം സുതോ രാജൻ ഭഗവാൻ പുഷ്കരേക്ഷണ ക്ഷേത്രജ്ഞ സർവഭൂതാനാം ഇതി ഹോവാച ഭാരത ശ്രീ ഭഗവാനുവാച ദേവമാതർഭവത്യാ മേ വിജ്ഞാതം ചിരകാംക്ഷിതം യൽ സപത്നേർഹൃതശ്രീണാം ച്യാവിദാനാം സുധാമത താൻ വിനിർജിത്യ സമരേ ദുർമദാനാസുരർഷഭാൻ പ്രതിരബ്ധജയ ശ്രീഭേ പുത്രൈരിച്ഛസ്യുഭാസിതം ഇന്ദ്രജ്യേഷ്ഠൈ സദനേർഹദാനാം വിധി വിദ്വിഷാം ശ്രിയോരുദന്തീരാസാദ്യ ദ്രഷ്ടുമിച്ഛസി ദുഃഖിതാഃ ആത്മജാൻ സുസമൃദ്ധാം സ്വം പ്രത്യാഹുർദയശ്രിയ നാഗപൃഷ്ടമധിഷ്ഠായ ക്രീഡതോ ദ്രഷ്ടുമിച്ഛസി പ്രായോധുനാദേസുരയൂഥനാഥ ഭാരണീയായി ദേവി മേ മതി യത്തേനുകൂലേശ്വര വിപ്രഗുപ്താന വിക്രമസ്തത്ര സുഖം ദദാതി തദാപ്യുപായോ മമ ദേവി ചിന്യ സന്തോഷിതസ്യ വ്രജജല്യയാതെ മമാർച്ചനം നാർഹതി ഗന്ധമന്യഥാ ശ്രദ്ധാനുരൂപം ബലഹേതുഗത്വ പ്രിയാച്യുതശ്ചാഹമാപത്യഗുപ്തയേ പയോവ്രതായനാനുഗുണം സമീഡിത സ്വാംശേന പുത്രത്വമുപേത്യത്തെ സുതാൻ ഗോപ്താസ്മി മാരീച തപസ്യധിഷ്ഠിത ഉപദാവപതിം ഭദ്രേ പ്രജാപതിമകൽമഷം മാം ച ഭാവയതി ഭക്ത്യാവേവം രൂപമവസ്ഥിതം നൈതൽവരസ്മാഖ്യേയം പൃഷ്ടയാപി ഗതഞ്ജനാ സർവം സമ്പദ്യതേ ദേവി ദേവഗുഹ്യം സുസംവൃതം ശ്രീശുകവാച ഏതാവദുക്താ ഭഗവാൻ തത്രൈവം ദരധീയത അതിദുർലഭം ലബ്ധാ ഹരേർജന്മാത്മനി പ്രഭോ ഉപാധാവത്പതിം ഭക്തിയാ പരമയാ കൃതകൃത്യവൽ സ വൈ സമാധിയോഗേന കശ്യപസ്തദബുദ്ധ്യത പ്രവിഷ്ടമാത്മനി ഹരേരംശം ഹ്യവിദേക്ഷണ സോദിത്യം വീര്യമാധത്താ തപസാ ചിരസംഭൃതം സമാഹിതമനാരാജൻ ദാരുണ്യഗ്നിം യഥാനില അതിദേർധിഷ്ഠിതം ഗർഭം ഭഗവന്തം സനാതനം ഹിരണ്യഗർഭോ വിജ്ഞായ സമീഡേ ഗുഹ്യനാമഭി ബ്രഹ്മോവാച ജയോരുഗായ ഭഗവന്നുരുക്രമ നമോസ്തുതേ നമോ ബ്രഹ്മണ്യദേവായ ത്രിഗുണായ നമോ നമഃ നമസ്തേ പ്രശ്നിഗർഭായ വേദഗർഭായ വേധസേ ത്രിനാഭായ ത്രിപൃഷ്ടായ ശിവിവിഷ്ടായ വിഷ്ണവേ ത്വമാദിരന്തോ ഭുവനസ്യ മദ്യം അനന്തശക്തിം പുരുഷം യമാഹോ കാലോ ഭവാനക്ഷിപതീശ വിശ്വം സോദോ യഥം ദപ്പതിദം ഗഭീരം ത്വം വൈ പ്രജാനാം സ്ഥിരജംഗമാനാം പ്രജാപതീനാമസി സംഭവിഷ്ണു ദിവൗകസം ദേവദിവശ്ച്യുതാനാം പരായണം നവരിവമജ്ജദോപ്സു ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമാംസ്യം സംഹിതായാം അഷ്ടമസ്കന്ധേ വാമന പ്രാദുർഭാവേ സപ്തദശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. അതിഥി ദേവി അനുഷ്ഠിച്ചതായിട്ടുള്ള അതിശ്രേഷ്ഠമായിട്ടുള്ള വയോവ്രതത്തിൽ സന്തുഷ്ടനായിട്ടുള്ള ഭഗവാൻ അതിഥിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് അതിഥിയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടിതാ ഭഗവാൻ വാമനമൂർത്തിയായിട്ട് കശ്യപിൻ്റെയും അതിഥിയുടെയും പുത്രഭാവത്തിൽ അവതരിക്കാൻ വേണ്ടി പോവാണ്. ശ്രാവണമാസത്തിൽ ചിങ്ങമാസത്തിൽ തിരുവോണം നക്ഷത്രത്തിൻ്റെ അന്ന് ദ്വാദശിയിൽ അഭിജിത് മുഹൂർത്തം എന്ന ശ്രേഷ്ഠമായ മുഹൂർത്തത്തിൽ അതിഥിയുടെയും കശ്യപിൻ്റെയും പുത്രഭാവത്തിൽ ഭഗവാൻ വാമനനായിട്ട് അവതരിക്കുന്ന ഭഗവാന്റെ അതിശ്രേഷ്ഠമായിട്ടുള്ള വാമനാവതാരത്തെ പാരായണം ചെയ്ത് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ആദ്യത്തെ ശ്ലോകം തന്നെ അവതാര ശ്ലോകമാണ്. അവതരിക്കുന്ന ഭഗവാനെ എല്ലാവരും
ഹരേ നാരായണ മന്ത്രം കൊണ്ട് സ്തുതിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ അഷ്ടാദശോധ്യായം. ശ്രീസുകവാച. ഇത്തം വിരിഞ്ചസ്തുതകർമ്മവീര്യാം പ്രാദുർബഭൂവാമൃതപൂരദിത്യാം ചതുർഭുജശങ്കഗദാബ്ജചക്ര വിശങ്കവാസാനളിയായതേ ക്ഷമാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്യാമാവതാദോ ശശരാചകുണ്ടലത്തിശോല്ലസശ്രീവദനാംബുജപ്പുമാൻ ശ്രീവത്സവക്ഷാവലയാംഗദോല്ലസത്കിരീടകാഞ്ചീഗുണചാരുനൂപുരാം മധുവ്രതവ്രാതവിഘുഷ്ടയാ സ്വയം വിരാജിത ശ്രീവനമാലയാ ഹരി. പ്രജാപതേർവേശ്മതമസ്വലോജിഷ വിനാശയൻ കണ്ഠനിവിഷ്ടകൗസ്തുഭ. ദിശപ്രസേതുസരിനാശയാസ്തദാ പ്രജാപ്രകൃഷ്ടാഹൃതവോ ഗുണാന്വിത. ദ്യൗരന്തരിക്ഷം ക്ഷിതിരഗ്നിജിഹ്വാ ഗാവോദ്വിജാ സംജഘുഷുർനഗാശ്ച. ശോണായാം ശ്രവണദ്വാദശ്യാം മുഹൂർത്തേ വിജിതി പ്രഭു. സർവേ നക്ഷത്രതാരാദ്യാശ്ചക്രുസ്തജ്ജന്മദക്ഷിണം. ദ്വാദശ്യാം സവിതാധിഷ്ഠൻ മധ്യം ദിനഗതോ നൃപം. വിജയാ നാമ സാ പ്രോക്ത യസ്യാം ജന്മവിദുർഹരേ. ശംഖദുന്ദുഭയോ നേതുർമൃദംഗപണവാനകാ ചിത്രവാദിത്രതുല്യാണാം നിർഘോഷസ്തൂരോഭവൽ. പ്രീതാശ്ചാപ്സരസോ നൃത്യൻ ഗന്ധർവപ്രവരാജകോ. തുഷ്ടുപുർമുനയോ ദേവാ മനവപ്പിതരോ ഹൃദയ. സിദ്ധവിദ്യാധരഗണ സഖിം പുരുഷകിന്നര ചാരണായക്ഷരക്ഷാംസി സുവർണാഭുജഗോത്തമ. ഗായന്തോ പ്രശംസന്തോ നൃത്യന്തോ വിഭുതാനുഗാ. അദിത്യാശ്രമപദം കുസുമൈ സമവാകിരൻ. ദൃഷ്ട്വാദിദിസ്തം ദ്വിജഗർഭസംഭവം പരം പുമാംസം മുദപാപവിസ്മിത. ഗൃഹീതദേഹം നിജയോഗമാലയാ പ്രജാപതിശ്ചാകജയേതി വിസ്മിത. യത്തത്വബുദ്ധാദിവിഭൂഷണായുധയേ അവ്യക്തതിൽ വ്യക്തമധാരയദ്ധരി. ബഭൂമതേനൈവ സ വാമനോ വടു സംവത്സരോ ദിവ്യഗതിർയഥാ നട. തം വടും വാമനം ദൃഷ്ട്വാ മോദമാനാ മഹർഷയാം കർമാണി കാരയാമാസു പുരസ്കൃത്യ പ്രജാപതിം. തസ്യോപനീയമാനസ്യ സാവിത്രീം സവിതാ ബ്രവീത്. ബൃഹസ്പതിർബ്രഹ്മസൂത്രം മേഖലാം കശ്യപോ ദദാത്. ദദോ കൃഷ്ണാജിനം ഭൂമിർദണ്ഡം സോമോ വനസ്പതി. കൗപീനാച്ഛാദനം മാതാദ്യൗ ഛത്രം ജഗതപദേ. കമണ്ഡലും വേദഗർഭം കുശാൻ സപ്തർഷയോ ദദോ. അക്ഷമാലാ മഹാരാജ സരസ്വത്യവ്യയാത്മനാം. തസ്മായിത്യുപനീതായാം യക്ഷരാട് പാത്രികാമദാൻ. ഭിക്ഷാം ഭഗവതി സാക്ഷാത് ഉമാദാദംബികാ സതി. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ശ്രീഭദ്രേ നാരായണ ശ്രീ അന്നപൂർണേശ്വരീ ശരണം. തസ്മായിത്യുപനീതായാം യക്ഷരാട് പാത്രികാമദാൻ. ഭിക്ഷാം ഭഗവതി സാക്ഷാത് ഉമാദാദംബികാ സതി. സ ബ്രഹ്മവർച്ചസേനൈവം സഭാം സംഭാവിതോ വടോ. ബ്രഹ്മർഷി ഗണസഞ്ജുഷ്ടാമത്യരോചതമാരിഷ. സമിഗ്ധമാഹിതം വന്യം കൃത്വാ പരിസമൂഹനം പരിസ്ഥീരസമഭ്യർച്ച. സമുദ്ധിരജുഹോദ്വിജാം ശ്രുത്വാ സ്വമേധേര്യജമാനമൂർജിതം. ബലിം ഭൃഗൂണാമുപകൽപ്പിതൈസ്തദാ ജഗാമ തത്രാഖിലസാരസംഭൃതോ ഭാരേണ ഗാം സന്നമയൻ പദേ പദേ. തം നർമ്മദായാസ്തടോത്തരേ ബലേർയഋത്വിജസ്തേ ഭൃഗുഗച്ഛസപ്നഗേ. പ്രവർത്തയന്തോ ഭൃഗവത്ക്രതൂത്തമം വ്യചക്ഷതാരാതുദിതം യഥാരവിം. തഋത്വിജോ യജമാനസദസ്യം ഹദത്തിഷോ വാമന തേജസാ നൃപ. സൂര്യക്കിലായാത്യുതവാ വിഭാവസു സനത്കുമാരോദൃക്ഷയാ കൃതോ. യുദ്ധം സശിഷ്യേഷു ഋഗുഷ്വനേകഥാ വിതർക്യമാണോ ഭഗവാൻ സവാമന. ഛത്രം സദണ്ഡം സജലം കമണ്ഡലും വിവേശ വിപ്രത്തയമേതവാണം. മൗജാമേഖലയാ വീതമോവീതാകിനോത്തരം. ജഡിനം വാമനം വിപ്രം മായാമാണവകം ഹരി. പ്രവിഷ്ടം വീക്ഷ്യ ഭൃഗവ സശിഷ്യാസ്തേ സഭാഗ്നിഭി. പ്രത്യഗൃഹ്ണൻ സമുദ്ധായ സംക്ഷിപ്താസ്തസ്യ തേജസാം. യജമാനപ്രമുദിതോ ദർശനീയം മനോരമം. രൂപാനുരൂപാവയവം തസ്മാസനമാകരത്.
സ്വാഗതേന അഭിനന്ദ്യാതപാദോ ഭഗവതോ ബലി അവനിജാർച്ചയാമാസ മുക്തസംഗമനോരമം തൽപാദശൗചം ജനകൽമഷാപകം സധർമ്മവിന്മൂർണതാൽ സുമംഗളം യൽ ദേവദേവോ ഗിരിശചന്ദ്രമൗലിർദധാരമൂർണ പരയാജപക്രിയ ബലിരുവാച സ്വാഗതം തേ നമസ്തുഭ്യം ബ്രഹ്മൻ കിം കരമാമതേ ബ്രഹ്മർഷീണാം തപസ്സാക്ഷാൻ മന്യേ ത്വാജവപുദ്ധരം അദ്യ ന പിതരസ്തൃപൃതാം അദ്യ ന പാവിതം കുലം അദ്യ സൃഷ്ടക്രതുരയം യദ്ഭവാനാഗതോ ഗൃഹാൻ അദ്യാഗ്നയോ മേ സുഹൂതായഥാവിധി യുജാത്മതത്വച്ചരണാവലേജനൈः ഹതാംകസോ വദ്വിരിയം ച ഭൂരഹോ തഥാ പുനീതാ തനുഭി പദൈസ്തവ യത് വടോ വാഞ്ചതി തൽപ്രതീക്ഷ മേ ത്വാമർത്ഥിനം വിപ്രസുതാനുതർക്കയേ ഗാം കാഞ്ചനം ഗുണവത്താമമൃഷ്ടം തഥാന്നവേയമുദവാ വിപ്രകന്യാം ഗ്രാമാൻ സമൃദ്ധാം സുരകാൻ ഗജാൻ വാ രഥാം തഥാ അർഹത്തമ സംപ്രതീക്ഷ. കൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം ദർശനിധി. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ വാമനപ്രാദുർഭാവേ ബലിവാമന സംവാദേ അഷ്ടാദശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏകോനവിംശതിതമോധ്യായ. ശ്രീശുകോവാച ഇതി വൈരോചനൈർവാക്യം ധർമ്മയുക്തം സസോനൃതം നിശമ്യ ഭഗവാൻ പ്രീത പ്രതിനന്ദേതമബ്രവീൽ. ശ്രീ ഭഗവാനുവാച വജസ്തവൈജത്തജ്ജലദേവ സൂനൃതം കുലോചിതം ധർമ്മയുതം യശസ്കരം യസ്യ പ്രമാണം ഭഗവത് സാമ്പരായേ പിതാമഹ കുലവൃദ്ധ പ്രശാന്ത മഹ്യേതസ്മിൻ കുലേ കശ്ചൻ യസ്സത്വകൃപണപുമാൻ പ്രത്യാഖ്യാത പ്രതിശ്രുത്യ യോ വാ ദാതാ വിജാതയാ ന സന്ധി തീർത്ഥേ യുധിജാത്തിനാർത്ഥിതാ പരാമുഖായേ ധ്വനമനസ്സിനോ നൃപാഃ യുഷ്മൽകുലേ യദ്യശസാമലേന പ്രഹ്ലാദ ഉദ്ഭാവ്യതോടുപഖ്യേ യദോ ജാതോ ഹിരണ്യാക്ഷരണ്യേകൈമാം ഹിമഹീം പ്രതിവീരം ദിഗ്വിജയേന വിന്ദതഗദായുധായം വിനിർജിത്യ കൃച്ഛേണ വിഷ്ണുഷ്ണോദ്ധാരാഗതം ആത്മാനം ജൈനം മേനേ തദ്വീര്യം ഭൂര്യനുസ്മരൻ നിശമ്യതദ്വദം ഭ്രാതാ ഹിരണ്യകശിപുപുര ഹന്തും ഭ്രാതൃഹണം വൃത്തോ ജഗാമനിലയം ഹരേഃ തമായാം തം സമാലോക്യ ശൂലപാണിന്ദ്രദാന്തവദചിന്തയാമാസകാലജ്ഞോ വിശ്വമായാവിനാംബരായ യദോഹം തത്രാസോ മൃത്യുപ്രാണഭൃതാമിവ ദയോഹമസ്യ ഹൃദയം പ്രവേക്ഷ്യാമി വരാദൃശ ഏവം സനിശ്ചിത്യ രിപോ ശരീരമാധാവതോ നിർവിശേ സുരേന്ദ്രാശാസാന്യാന്തർഹിത സൂക്ഷ്മദേഹസ്ഥൽ പ്രാണരന്ധ്രേണ വിവിഗ്നചേത സദന്നികേതം പരമശ്യശൂന്യം അപശ്യമാന കുപിതോ നനാദ ശ്വാന്ത്യാം ശിശക്കം വിവരൻ സമുദ്ര വിഷ്ണും വിജിന്യന്നദർശവീര അഭൻഷ്യന്നിരിഹോവാച മയാൻ വിഷ്ണുമിദം ജഗത് പ്രാതകാമേ ഗതോ നൂനം വിദോ നാവത്തദേ പുമാൻ വൈരാനുബന്ധയേതാവാൻ മൃത്യോരിഹദേഹിനം അജ്ഞാനപ്രഭോവന്യുരഹം മനോപവൃംഗിത പിതാ പ്രഹ്ലാദപുത്രസ്തേ തദ്വിദ്വാന്തിവത്സല സമായോർദ്വിജലിംഗേഭ്യോ ദേവേഭ്യോ ദാസയാജിത ഭവാനാദരിതാൻ ധർമാനാസ്തിദോഹമേ ദിവ്യേ ബ്രാഹ്മണേ പൂർവജേശൂരേ അന്വേഷോദ്ധാമകർത്തവേ തസ്മാത് ദത്തോ മഹിഷി മഹീമേഷർണോഹം വരദർശവാൽ പദാനി ത്രീണി ദൈത്യേന്ദ്ര സംവിധാനി പദാ മമാന്യത്തെ കാമയേ രാജൻ വദാന്യാ ജഗദീശ്വര നൈന പ്രാപ്നോതി വൈവിധ്യാവദത്ത പ്രതിഗ്രഹ ബലിർവാജാഹോ ബ്രാഹ്മണദായദാ വാജസ്തേ വൃദ്ധസമ്പദാഃ ത്വം ബാലോ ബാലിശമതി സ്വാർത്ഥം പ്രത്യപുതോ യഥാ മാം വജോഭിത് സമാരാധ്യ ലോകാനാമേകമീശ്വരം പദത്രയം വൃണീദേയോ ബുദ്ധിമാൻ ദിവദാശുഷം പുമാൻ മാമുപവ്രജ്യ ഭൂയോ യാചിതമർഹതി തസ്മാത് വൃത്തികരീം ഭൂമിം വടോ കാമം പ്രതീക്ഷമേ. ശ്രീ ഭഗവാൻ വാച യാവന്തോ വിഷയാ പ്രേഷ്ട സ്ഥിരോഗ്യാമജിതേന്ദ്രിയം ന ശക്നുവന്തിതേ സർവേ പ്രതിപൂരയിതം നൃപാത്രഭി കാമൈരസന്തുഷ്ടോ ദീപേനാഭിനപൂജ്യതേ നവവർഷസമേതേന സപ്തദ്വീപവരേക്ഷയാ സപ്തദ്വീപാധിപതയോ നൃപാവൈന്യഗയാദയാ അർത്ഥേ കാമൈർഗതാനാന്തം കൃഷ്ണയാ സ്മൃതം യദൃച്ഛയോപവന്നേന സന്തുഷ്ടോ വർത്തതേ സുഖം നാസന്തുഷ്ട ശ്രീഭിർലോകൈരുചിതാത്മോപസാദിതൈഃ
പുംസോയം സംസർദീർഘേരോധ അസന്തോഷോർത്ഥകാമയോ എതിർച്ചയോ ഉപമന്യേന സന്തോഷോ മുക്തയെ സ്മൃത എതിർച്ഛാലാപദുഷ്ടസ്യ തേജോ വിപ്രസ്യ വർദ്ധതേ തൽപ്രശാമ്യത്യ സന്തോഷാദംബസേവാ ശുശ്രൂക്ഷണേ തസ്മാത് ത്രീണി പദാന്യേവ വൃണേ തദ്വരദർശപാലേ താവദൈവ സിദ്ധോഹം യുക്തം യാവൽ പ്രയോജനം ശേഷുഗോവാദ ഇത്യുക്തസാ ഹസന്നാഹ വാഞ്ചാദപ്രഗൃഹ്യനം വാമനായ മഹിം ദാതം ജഗ്രാഹജലഭാജനം വിഷ്ണുയേക്ഷാക്ഷ്മാം പ്രജാസ്യം ദംശനാസുരേശ്വരം ജാനം ശിഖീർഷിതം വിഷ്ണു ശിഷ്യം പ്രാഹവിദാംബരം ശുക്രവാചായേഷ വൈരോധരേ സാക്ഷാൽ ഭഗവാൻ വിഷ്ണുരവ്യയ കശ്യപാദീർജാതോ ദേവാനാം കാര്യസാധക പ്രതിശ്രുതം ദ്വയേ തസ്മൈ യതനർത്ഥമജാനത സാധുമന്യേദൈത്യാനാം മഹാനുഭഗതോനയായേന ഏഷതേ സ്ഥാനമൈശ്വര്യം ശ്രിയം തേജോ ശശ്രുതം താസ്യത്യാച്ഛിത ശക്രായ മായാമാണവഗോഹരി ത്രിഭിക്കാരമൈരിമാം ലോകാൻ വിശ്വകായ പ്രവിശതി സർവസ്വം വിഷ്ണവേ ദത്വാ മൂഢവർത്തിഷ്യസേ ഗദാ ക്രമദോഗാം പദേകേന ദ്വിതീയേന ദിവം വിഭോഖം ച ഖായേന മഹദാതീയസ്യ കുതോഗതേ നിഷ്ഠാം തേ നരകേ മന്യേ ഹി പ്രദാതു പ്രതിശ്രുതം പ്രതിശ്രുതസ്യ യോനീശ പ്രതിപാദൈനം ഭവന്ന തദ്ധാനം പ്രശംസന്തി യേന വൃത്തിർവിപദ്യതേ ദാനം യജ്ഞസ്തപകർമ്മ ലോകേ വൃത്തിമതോ യദ ധർമായ സ്വേർത്ഥായ കാമായ സുജനായ വജതൻ വിത്തമിഹാമുത്രമോദതേ അത്രാപി ബഹുജർഗീതം ശൃണു മേ സുരഥത്തമ സത്യമോ വിധിയൽ പ്രോക്തം എന്നേത്യാഹാമൃതം ഹിതൽ സത്യം പുഷ്പഫലം വിദ്യാത്മവൃക്ഷസ്യ ഗീയതേ വൃക്ഷേ ജീവിത തന്നസ്യ അമൃതം മൂലമാത്മന തദ്യഥാ വൃക്ഷമുന്മൂല ശൂലത്യോ ശിഷ്യത്യോദ്വർത്തതേ ഏഷം നഷ്ടാന്ത സദ്യ ആത്മാശിഷ്യം സംശയ പരാഗ്രത്തമപൂർണം വാ അക്ഷരം യൽ തദോമിതി യത്കിഞ്ചിതോമിതി ബ്രൂയൽ ലിതേന ലിച്ഛേദ വൈപുമാൻ ഭിക്ഷവേ സർവമോ കുർവന്നാലും കാമേന ചാത്മനെ അഥൈതൽ പൂർണ്ണമഭ്യാത്മം വെച്ചനേത്യനൃതം വജാ സർവം നേത്യനൃതം ഭൂയൽ സദുഷ്കീർത്തിശ്ച സന്മൃത സ്ത്രീഷു നർമ്മവിവാഹേ ച വൃത്യർത്ഥേ പ്രാണസങ്കടേ ഗോബ്രാഹ്മണാർത്ഥേ ഹിംസായാം നാമൃതം സ്യാത് ജുഗുപ്സിതം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം അഷ്ടമസ്കന്ധേ വാമന പ്രാദുർഭാവേ ഏകോനവിംശതിതമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ വിംശോധ്യായ ശ്രീശുഗോപാജാം ബലിദേവൻ രഘുപതി കുലാചാര്യേണ ഭാഷിത തൂഷ്ണീം ഭൂത്വാക്ഷരം രാജൻ ഉവാചാമഹിതോ ഗുരും ബലിരുവാചാം സത്യം ഭഗവതാ പ്രോക്തം ധർമ്മോയം ഗൃഹവേദിനാം മർത്തങ്കാം വിശോവൃത്തിം യോ നവാധേടകർഗിചിത് സജാഗം വിത്തലോഭേന പ്രത്യാദർശേകതന്തുജം പ്രതിഷ്ഠിതദാമീതി പ്രാഹ്ലാദിക്കുന്നതോ യഥാ നഗസത്യാൽ പരോ ധർമ്മൈരഹോ വാചഭൂരിയം സർവം സോടുമലം മന്യേ ഹൃദയലേഖപരം നരം നാദം വിവേമിനിര്യാൻ അധന്യാദ അസുഖാർണവാദം നസ്ഥാനച്ഛനാൻ മൃത്യോർ യഥാ വിപ്രപ്രലംബനാദ നയൽ ഹാസ്യലോകേസ്മിൻ സമ്പരേതം ധനാധികം തസ്യ ത്യാഗേ നിമിത്തം കിം വിപ്രതുഷ്യേന തേന ചേത് ശ്രേയകുർവന്തിഭൂതാനാം സാധവോ ദുസ്യജാസുഭി നിത്യം ശിവിപ്രഹൃദയ കോപികൽപോധരാദിഷു യൈന്യം ഭുവിജയ ബ്രഹ്മൺ ദൈത്യേന്ദ്രേർ അനുവൃത്തിഭി തേഷാം കാലോകസീൽ ലോകാൻ നയശോധികൃതം ഭുവി സുലഭായുധ വിപ്രശ്രയിക്കുന്ന നിവൃത്താസ്തനുത്യജാം നതനാതീർത്ഥമായ ദേശധ്യായ ധനത്യജാം മനസ്സിനെ കാർണികസ് ശോഭനം മദധികാമോപനയേന ദുർഗതി പുനഃ ബ്രഹ്മവിദാം ഭവാദശന്തോ വടോരസദാമി വാഞ്ചിതം യജന്തി യജ്ഞകൃതപുര്യമാതൃതാ ഭവന്താം നായ വിധാനകോപിതാഃ സ വിഷ്ണുർവരദോസ്തവരോ ദാസ്യാമ്യമുഷ്പേക്ഷിതമീപ്സിതം മുനേ യദപ്യസാമധർമ്മേണ മാം ബന്ധീയാതനാഗസം തഥാപ്യേന ഹിംസേ ഭീതം ബ്രഹ്മധനും ജിവും യേശവാ ഉത്തമശ്ലോകോ ന ജിഘാസതിയൽ യശാഖത്വാ മൈനാം ധരേൽ യുദ്ധേ ശൈതനിഹതോ മയാം ശ്രീശുഗവാചാം ഏവമശ്രദ്ധ ശിഷ്യം അനാദേശകരം ഗുരുശാവദൈവ പ്രഹിത സത്യമന്ധം മനസ്സിനം ദൃഢം പണ്ഡിതമാന്യജസപ്തമാസ്മൽപേക്ഷയാ മനുശാസനാദികോ യസ്ത്വം അജിരാൽ പ്രശ്യസേ ശ്രിയാം
ഏവം ശബ്ദസ്വകരുണ സത്യാന്ന ചലിതോ മഹാൻ വാമനായതി ദേവാനാമർച്ചുത്തോദകപൂർവകം വിദ്യാപതി സദാഗത്യ പത്നി ജാനകമാലിനീയാനിന്യേ കലശം ഹൈമം അവരെ ജന്യമാമൃതം യജമാന സ്വയം ശ്രീമൽപാദയുഗം മുത അവനിദ്യാവഹൻ മൂർദ്ധോ വിശ്വഭാവനീ തഥാ സുരേന്ദ്രൻ ദിവിദേവതാഗണ ഗന്ധർവ വിദ്യാധര സിദ്ധചാരണാഃ തൽകർമ്മ സർവേപി ഗൃണന്താജവം വസൂലവർഷേ ബഭുഷുർമുദാന്വിതാഃ നേതുർമുഹുർദുദ്വയത്സരസോ ഗന്ധർവ കിംപൂരുഷ കിന്നരാജഗോ മനസ്സിനാരേണ കൃതം സുദുഷ്കരം വിദ്വാനതാല്യദ്വിപവേ ജഗത്രയം തൽവാമനം രൂപമർദ്ദാത്ഭുതം ഹരേ ഹരേ അനന്തസ്യ ഗുണത്രയാത്മകം ഭൂഃ ഖം ദിശോദ്യോർവിവരാമയോദസ്വതീർ നൃദേവാർഷയോ യഥാസന സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കായേ ബലിസ്തസ്യ മഹാവിഭൂതേഃ സഹർത്തിക ആചാര്യ സദസ്യേനൈ ദദേശ വിശ്വം ത്രിഗുണം ഗുണാത്മകേ ഭൂതേന്ദ്രിയാധാശേ ജീവയുക്തം രസാമദഷ്ടാംകൃതലേധമലാദയോർ മഹിം മഹിധ്രാൻ പുരുഷസ്യ ജംഘ്യോഃ പദത്രിണോ ജാനിനി വിശ്വമൂർത്തേർഗണം മാരുതമിന്ദ്രസേനം സന്ധ്യാം വിഭോർവാസസി ഗുഹ്യേഷേൽ പ്രജാപതിം ജഗനേ ആത്മമുഖ്യാലയം നാഭ്യാം നഭകുക്ഷിഷു സപ്തസിന്ധൂൻ ഉരുക്രമസ്യോരസി ചർഷമാലാം ഹൃദ്യംഗധർമ്മം സ്തനയോർമുരാരിർഹൃതം ച സത്യം ച മനസ്യതേന്ദും ശ്രിയം ച വക്ഷസ്യരവിന്ദസംഗന്ധേ ച സാമാനി സമസ്തരേഭാനേ ഇന്ദ്രപ്രധാനാനമനാൻഭുജേഷോത്തൽകർണയോഃ കകുഭോദ്യോശമൂർത്തി കേശേഷമേഘാൻ ശ്വസനം നാസികായാമശ്നോശ സൂര്യം മദനേശമന്യം വാണ്യാം ച ഛന്ദാംസി രസേജലേശം ഭ്രുവോർനിഷേദം ച വിധിം ച വഷ്മസു അഹശ്വരാത്രിം ച പരസ്യ പുംസോ മന്യും ലലാടേധരേവ ലോഭം സ്പർശേ ച കാമം നൃപേരേതസോംഭപൃഷ്ടേ ധർമ്മം ക്രമണേഷു യജ്ഞം ഛായാസുമൃദ്ധിം ഹൃസതേജമായം തനൂരുഗേഷോഷതി ജാതയശ്ചാം നദീശ്ചനാളീഷു ശിലാനകേഷു വൃന്ദാവജം ദേവഗണാൻ ഋഷീംശ്യാം പ്രാണേഷു ഗാത്രേ സ്ഥിതജംഗമാനി സർവാണി ഭൂതാനി ദദർശ വീരാൻ സർവാത്മനീതം ഭുവനം നിരീക്ഷ സർവേ സുരാഃ കശ്മലമാപുരംഗാം സുദർശനം ചക്രമസഖ്യതേജോധനുഷ്ഠാന്തസ്തനയുഗ്ഘോഷം പർജന്യഘോഷോ ജലജ പാഞ്ചജന്യ കൗമോദഗീ വിഷ്ണുഗദാധരസ്നി വിദ്യാധരോശിശ്വചന്ദ്രയുക്ത തൂണോത്തമാക്ഷയസായഗോജാം സുനന്ദമുഖ്യ ഉപതസ്തരീശം പാർഷദമുഖ്യാഃ സകലോകപാലാഃ സ്ഫുരൽ കിരീടാംഗദമീനകുണ്ടല ശ്രീവത്സരത്നോത്തമമേഖലാംബരൈഃ മധുവ്രതസ്രഗ്മനമാലയാ വൃതോരിരാജരാജൻ ഭഗവാനുരുക്രമം ക്ഷിതിംബദേകേന ബലിർവിചക്രമേണ ശരീരേണ ദിശശ്ച ബാഹുഭിः പദം ദ്വിതീയം നവതസ്ത്രിവിഷ്ണുർന്നവൈ തൃതീയായ തദീയമണ്ഡവൈ ഉരുക്രമസ്യാദ്രിപര്യുപര്യതോ മഹർജനാഭ്യാം തപസപരം ഗതാ ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ അഷ്ടമസ്കന്ധേ വിശ്വരൂപദർശനം നാമ വിംശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഒരു വട്ടം അമ്പാടി കണ്ണനെ കണ്ടാൽ ഞാൻ ഒരുപാടു കാര്യങ്ങൾ ചൊല്ലി നിൽക്കും. കൊതിയുള്ളതൊക്കെയും ചോദിച്ചു വാങ്ങും ഞാൻ ഇനിയുള്ള ജന്മങ്ങൾ ആസ്വദിക്കാൻ. ഇനിയുള്ള ജന്മങ്ങൾ ആസ്വദിക്കാൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. അവിടുന്നണഞ്ഞപ്പോൾ എന്തേ ഞാൻ മിണ്ടാഞ്ഞു, പറയേണ്ടതൊക്കെ മറന്നുപോയോ. അവിടുന്നണഞ്ഞപ്പോൾ എന്തേ ഞാൻ മിണ്ടാഞ്ഞു, പറയേണ്ടതൊക്കെ മറന്നുപോയോ.
തൊഴുകഴിയുമായി ഞാൻ ഇന്നപ്പോഴും ചുണ്ടു കൊടിയോടെ കണ്ണ വിളിച്ചുപോയി കൊടിയോടെ കണ്ണ വിളിച്ചുപോയി കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ രോമാഞ്ചിത്രമൻ ദേഹം വിറയ്ക്കുന്നു വാക്കിടറിടുന്നു വിയർത്തിടുന്നു രോമാഞ്ചിത്രമൻ ദേഹം വിറയ്ക്കുന്നു വാക്കിടറിടുന്നു വിയർത്തിടുന്നു അപ്പോഴുമെന്നുള്ളിൽ നിന്നുമുയർത്തുന്ന കണ്ണായനുൾവിളി കേട്ടു ഞാനും കണ്ണായനുൾവിളി കേട്ടു ഞാനും കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ അരികത്തോ വന്നെന്റെ ദേഹത്തു തൊട്ടപ്പോൾ അടിമുടി ഞാൻ വീണു തൃപ്പാദത്തിൽ അരികത്തു വന്നെന്റെ ദേഹത്തു തൊട്ടപ്പോൾ അടിമുടി വീണു ഞാൻ തൃപ്പാദത്തിൽ അവിടെ കിടന്നുകൊണ്ടവിടുത്തെ കാത്തളിർ അടിയന്റെ മൂർത്താവിൽ വച്ചു ഞാനും അടിയന്റെ മൂർത്താവിൽ വച്ചു ഞാനും കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ചിരിച്ചൂരുൾ മൂടി ചാത്തിയ പീലിയിൽ മാറിൽ പടന്നു ഞാൻ തൊട്ടുവല്ലോ ചീകിച്ചുരുൾ മൂടി ചാത്തിയ പീലിയിൽ മാറിൽ പടന്നു ഞാൻ തൊട്ടുവല്ലോ ആടുന്ന പീലിക്കണ്ണെന്നോടു ചോദിച്ചു ആനന്ദമിങ്ങനെ വേറെയുണ്ടോ ആനന്ദമിങ്ങനെ വേറെയുണ്ടോ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ എന്തു നാൻ ചൊല്ലേണ്ടോ വേണ്ടെനിക്കൊന്നോമേ എന്താകിലും കണ്ണനോളമില്ല എന്തോ ഞാൻ ചൊല്ലേണ്ടോ വേണ്ടെനിക്കൊന്നോമേ എന്താകിലും കണ്ണനോളമില്ല വിട്ടു പിരിയാതിരിക്കുവാൻ ഞാനിന്നും കെട്ടിപ്പിടിക്കുന്നു തൃപ്പാദത്തിൽ കെട്ടിപ്പിടിക്കുന്നു തൃപ്പാദത്തിൽ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ
വേണ്ടെനിക്കർത്ഥവും കാമവും മോക്ഷവും വേണ്ട സായൂജ്യവും വേണ്ട കണ്ണ വേണ്ടെനിക്കർത്ഥവും കാമവും മോക്ഷവും വേണ്ട സായൂജ്യവും വേണ്ട കണ്ണ ഒരു നാളും കഴിപോലും മാറാതെ കാച്ചോട്ടിൽ കഴിയട്ടെ മറ്റൊന്നും വേണ്ട കണ്ണ കഴിയട്ടെ മറ്റൊന്നും വേണ്ട കണ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ഒരു വട്ടം അമ്പാടി കണ്ണനെ കണ്ടാൽ ഞാൻ ഒരുപാടു കാര്യങ്ങൾ ചൊല്ലി നിൽക്കും കൊതിയുള്ളതൊക്കെയും ചോദിച്ചു വാങ്ങും ഞാൻ ഇനിയുള്ള ജന്മങ്ങൾ ആസ്വദിക്കാൻ ഇനിയുള്ള ജന്മങ്ങൾ ആസ്വദിക്കാൻ ഇനിയുള്ള ജന്മങ്ങൾ ആസ്വദിക്കാൻ ഇനിയുള്ള ജന്മങ്ങൾ ആസ്വദിക്കാൻ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം കഥാമയീം ഭാഗവതാഭിധാനാം ഹരേസ്തനും തേ ചരിതൈ സ്തുതീയൈ യഥാമതിത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുതമാരുദേശ. ശ്രീമദ് ഭാഗവതത്തിലെ 4-ാമത്തെ ദിവസമായിട്ടുള്ള ഇന്ന് മന്വന്തരങ്ങളുടെ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശിശു ബ്രഹ്മക്ഷി പരീക്ഷത്തിന്. 8-ാമത്തെ സ്കന്ധം ലക്ഷണം മന്വന്തരാനുവദനം. ഒരു മന്വന്തരം എന്ന് പറഞ്ഞാൽ ഒരു മനുവിൻ്റെ ഭരണകാലഘട്ടം. മനുപുത്രന്മാർ, സപ്തർഷികൾ, ഇന്ദ്രൻ, ഭഗവാന്റെ അവതാരം, ഇങ്ങനെ അനേകം കാലമാണ് ഒരു മനുവിൻ്റെ ഭരണകാലഘട്ടം. കാലഗണന വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അനേകം മനുഷ്യവർഷങ്ങൾ ചേർന്നതാണ് ഒരു മന്വന്തരം എന്ന് പറയുന്നത്. ആദ്യത്തെ മന്വന്തരത്തിൻ്റെ 3 ദിവസമായിട്ട് സ്വയംഭുവിൻ്റെ ചരിത്രത്തെ വിശദമായിട്ട് ആ വംശത്തിലെ കുട്ടികളുടെ ചരിത്രങ്ങളൊക്കെ വർണ്ണിച്ച ശിശുകൻ പരീക്ഷത്തിന് പിന്നീട് 2-ാമത്തെയും 3-ാമത്തെയും 4-ാമത്തെയും മന്വന്തരമൊക്കെ വളരെ ചുരുക്കി ഒരു അധ്യായത്തിനോട് പറഞ്ഞു കൊടുത്തു. ആദ്യത്തെ മന്വന്തരം വർണ്ണിച്ച പോലെ വിസ്തരിച്ച് ഇനി ബാക്കിയുള്ള മന്വന്തരങ്ങൾ ഇങ്ങനെ വർണ്ണിച്ചിട്ട് പോവുകയാണെങ്കിൽ എന്ത് കേൾക്കാനാണോ, ഏത് കഥ കേൾക്കാനാണോ തൻ്റെ മുമ്പിൽ ഇങ്ങനെ കാതുകൂപ്പിച്ച് ഇരിക്കുന്നതായിട്ടുള്ള ഭഗവത് കഥ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സോട് കൂടിയിരിക്കുന്ന ശ്രോതാവിന് ആ കൃഷ്ണന്റെ കഥകൾ പൂർണ്ണമായിട്ടും വിശദമായിട്ടും പറഞ്ഞു കേൾക്കാൻ പറ്റാതെ വന്നാലോ? ആയുസ് ഇനി കഷ്ടി 4 ദിവസമല്ലേ ഉള്ളൂ. ഇതുപോലെ വിശദീകരിച്ച് ഇനി ഓരോ മന്വന്തരങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കൃഷ്ണകഥകളെ കേൾക്കാൻ, കൃഷ്ണകഥകളെ പൂർണ്ണമായിട്ടും വിശദമായിട്ടും കേൾക്കാൻ കഴിയാതെ വന്നാലോ? ആ കൃഷ്ണൻ്റെ ദാനമല്ലേ ആ ജന്മം, ഇത് നല്ലോണം അറിയാം ശ്രീശുഖനെ. അതുകൊണ്ട് ബാക്കിയുള്ള മന്വന്തരങ്ങളെ പറ്റിയിട്ടൊക്കെ വളരെ ചുരുക്കി വർണ്ണിച്ചപ്പോഴാണ് 4-ാമത്തെ മന്വന്തരവും ആ മന്വന്തരത്തിൽ ഗജേന്ദ്രൻ്റെ മോക്ഷം കൊടുത്ത ചരിത്രവും 5-ാമത്തെ മന്വന്തരത്തിൽ ഭഗവാൻ വൈകുണ്ഠനായിട്ട് അവതരിച്ച് വൈകുണ്ഠത്വം എന്ന് നിർമ്മിച്ചതായിട്ടുള്ള ചരിത്രവും 6-ാമത്തെ മന്വന്തരത്തിൽ ഭഗവാൻ അജിതനായിട്ട് അവതരിച്ച് പാലാഴി മധുരവും ആ സമയത്ത് കൂർമാവതാരവും വർണ്ണിച്ച് 7-ാമത്തെ മന്വന്തരത്തിൽ വാമനാവതാര ചരിത്രത്തിലേക്ക് എത്തിക്കുകയാണ്. ഇത്ര പെട്ടെന്നാണ് 7-ാമത്തെ മന്വന്തരം എത്തിക്കഴിഞ്ഞു. ആ മന്വന്തരങ്ങൾ മുഴുവൻ 14 മന്വന്തരങ്ങൾ, ഇപ്പോഴത്തെ മന്വന്തരമായിട്ടുള്ള വൈവസ്വത മന്വന്തരം 7-ാമത്തെ മന്വന്തരം, ഇനി അങ്ങോട്ടുള്ള മന്വന്തരങ്ങളെ പറ്റിയിട്ടും മുഴുവൻ തന്നെ ഭാഗവതത്തിൽ 8-ാമത്തെ സ്കന്ധത്തിൽ
വളരെ വിശദമായിട്ട് പറയേണ്ടത്. വ്യക്തമായിട്ട് നമുക്ക് കേൾക്കാം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മനസ്സിനുണ്ടാകുന്ന അന്തരം, അതും ആവാം മന്വന്തരം എന്ന് പറഞ്ഞാൽ. 8ാമത്തെ സ്കന്ധത്തിൽ 4 പ്രകരണങ്ങളാണുള്ളത്. ഗജേന്ദ്രമോക്ഷം, പാലാഴിമഥനം, വാമനാവതാരം, മത്സ്യാവതാരം. ഈ 4 പ്രകരണങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മനസ്സിനുണ്ടാകുന്ന അന്തരം പലപ്പോഴും നമ്മളെ പല കെട്ടുപാടുകളിലും ചെന്ന് പിടുത്തും. കെട്ടുപാടുകൾ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആരെ വിചാരിക്കുകയും ഭഗവാനെ വിചാരിക്കുകയും. അപ്പോൾ ഭഗവാൻ ഒരു രൂപത്തെ ധരിച്ച് ഒരു രൂപം സ്വീകരിച്ചുകൊണ്ട് ആ ബന്ധനങ്ങളൊക്കെ അഴിച്ച് നമുക്ക് അനുഗ്രഹം തരുന്നതായിട്ടുള്ള, ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹം തരുന്നതായിട്ടുള്ള ചരിത്രങ്ങളാണ് ഗജേന്ദ്രമോക്ഷമായാലും പാലാഴിമഥനമായാലും വാമനാവതാരമായാലും മത്സ്യാവതാരമായാലും ഒക്കെ. മനസ്സിനുണ്ടാകുന്ന അന്തരങ്ങൾ, ആ അന്തരങ്ങളെ പറ്റിയിട്ടും പറയാം. അതിന് ആദ്യത്തെ ഗജേന്ദ്രൻ്റെ ചരിത്രം കുറച്ചു നേരം അനുസ്മരിക്കുന്നതിന് മുമ്പായിട്ട് ഇന്നലെ വൈകുന്നേരം നമ്മൾ അനുഭവിക്കുകയുണ്ടായി. നമ്മുടെ മുമ്പിൽ തന്നെ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നരഹരി രൂപത്തിലുള്ള കുഴിമറ്റത്ത് ദേവരുടെ ആ ചേതസ്, ആ ഭാവം അത്യുഗ്രവും ആർദ്രവുമായ രൂപത്തെ സ്വീകരിച്ചുകൊണ്ട് തൻ്റെ ഭക്തനെ ചേർത്ത് പിടിച്ച് തൻ്റെ ഭക്തനെ ഉപദ്രവിച്ചതായിട്ടുള്ള അച്ഛനായിട്ടുള്ള ഹിരണ്യകശിപുവിനെ വധിച്ച് സകലവരും പേടിച്ച് വരിച്ച് ബ്രഹ്മാദി ദേവന്മാരും മുഴുവൻ ലക്ഷ്മീദേവി ഉൾപ്പെടെ സകലവരും പേടിച്ച് വിറച്ച് സാക്ഷാൽ ശ്രീ പ്രേഷിതാദേവൈർ ദൃഷ്ട്വാദൻ മഹദത്ഭുതം, അത്ഭുതമായിട്ടുള്ള ഈ രൂപത്തെ കണ്ട് അദൃഷ്ടാശ്രുതപൂർവത്വാ, ഇതിനു മുമ്പ് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു ഭാവം ലക്ഷ്മീദേവിക്ക് പോലും അത്ഭുതമായി. ഇങ്ങനൊന്ന് കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത രൂപം കണ്ട് സകലവരും പേടിച്ചു നിൽക്കുന്ന സമയത്ത് ബ്രഹ്മാദി ദേവന്മാരുടെ അഭ്യർത്ഥനയെ മാനിച്ച് 5 വയസ്സായിട്ടുള്ള പ്രഹ്ലാദകുമാരൻ യാതൊരു ഭയവുമില്ലാതെ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ 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 എന്ന് പറഞ്ഞ് ആ ഭഗവാന്റെ പാദകമലങ്ങളിൽ ചെന്ന് നമസ്കരിച്ചപ്പോൾ 4 തൃക്കൈകൾ കൊണ്ടും ചേർത്ത് പിടിച്ച് ആ പ്രഹ്ലാദനെ, ആ മൂർധാവിന് തൻ്റെ തൃക്കൈകൾ വെച്ച് അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ അഞ്ജലീബദ്ധനായിട്ട് പ്രേമഗദ്ഗതയാവാച തന്യസ്ത ഹൃദയക്ഷണ, ഹൃദയത്തിൽ ഭഗവാനെ നല്ലോണം ഉറപ്പിച്ചുകൊണ്ട് ഭഗവത് പ്രേമം കൊണ്ട്, ഭഗവത് പ്രേമമാണ് ഭക്തി, ഭഗവാനോടുള്ള പ്രേമത്തിനാണ് ഭക്തി എന്ന് പറയാം. ഭഗവത് പ്രേമം കൊണ്ട്, ഭക്തി കൊണ്ട് ഗദ്ഗതകണ്ഠനായിട്ട് വാക്കിടറിക്കൊണ്ട്, അക്ഷരം മുറിഞ്ഞുകൊണ്ട്, വാക്കുകൾ മുറിഞ്ഞുകൊണ്ട്, ഇങ്ങനെയാണല്ലോ അല്ലേ ഭക്തി എന്നുള്ള ഭാവം നമ്മളിൽ ഉറയ്ക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സാർദ്രമാവും. മനസ്സാർദ്രമാവുമ്പോൾ വാക്കുകൾ ഇടറും അല്ലേ, കണ്ണിൽ നിന്ന് വെള്ളം വരും, തൊണ്ട ഇടറും. മനസ്സാർദ്രമാവുമ്പോൾ തൊണ്ടയിൽ നിന്ന് വാക്കുകൾ പുറത്തേക്ക് വരില്ല, കണ്ണിൽ നിന്ന് വെള്ളം വന്നു കിടന്നു. അങ്ങനെ ഭക്തി കൊണ്ട് ഈശ്വര അനുഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ മനസ്സാർദ്രമായി കൈകൂപ്പിക്കൊണ്ട് പ്രഹ്ലാദൻ ഭഗവാനെ അതിഗംഭീരമായിട്ട് സ്തുതിച്ചു. പ്രഹ്ലാദൻ പറഞ്ഞു, ബ്രഹ്മാദയ സുരഗണ മുനയോധ സിദ്ധ, സിദ്ധന്മാരും മുനീശ്വരന്മാരും പരമഹംസന്മാരും ബ്രഹ്മാദി ദേവന്മാരും മുഴുവൻ അങ്ങയെ അതിശ്രേഷ്ഠമായ വചനങ്ങളെ കൊണ്ട്, അതിശ്രേഷ്ഠമായിട്ടുള്ള ഭാവങ്ങളെ കൊണ്ട് വചസാം പ്രവാഹയി, അവരിങ്ങനെ തുടരെയായിട്ട് അങ്ങയെ ഇങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ട് അവരെ മുഴുവൻ അങ്ങ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഹരി എന്നുള്ള അങ്ങയുടെ നാമം ഒന്ന് ഉച്ചരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതിരിക്കുന്ന ഒരു അസുരകുലത്തിൽ ജനിച്ച എന്നെ ഇങ്ങനെ ചെറുത്ത് പിടിച്ച് അനുഗ്രഹിക്കാൻ എന്ത് യോഗ്യതയാണ് ഭഗവാൻ എനിക്കുള്ളത്? ആ അനുഗ്രഹിച്ചതായിട്ടുള്ള ബ്രഹ്മാദി ദേവന്മാരുടെ ഒന്നും തന്നെ ധനാഭിജനരൂപതപശ്രുതൗജ തേജപ്രഭാവബലപൗരുഷ ബുദ്ധിയോഗ, അവരുടെ ധനത്തെ കിട്ടിയോ രൂപമഹിമയോ കുലമഹിമയോ അവരുടെ ഓജസ്സോ തേജസ്സോ പ്രഭാവമോ ബലമോ പൗരുഷമോ ബുദ്ധിയോ യോഗമോ
ഒന്നും തന്നെ അങ്ങ് നോക്കിയില്ല. അതൊന്നും അങ്ങയെ കിട്ടാനുള്ള മാർഗങ്ങളല്ല, അങ്ങയെ ലഭിക്കാനുള്ള മാർഗങ്ങളല്ല. ധാരാളം ധനമുണ്ടായി എന്ന് വിചാരിച്ചിട്ട്, നല്ല കുലമഹിമയില് നല്ല കുലത്തിൽ ജനിച്ചു, നല്ല ബുദ്ധിയുണ്ട്, നല്ല ഓജസ്സുണ്ട്, നല്ല തേജസ്സുണ്ട്, നല്ല ബലമുണ്ട്, നല്ല പൗരുഷമുണ്ട്, ഇതുകൊണ്ടൊക്കെ ഭഗവാനെ കിട്ടും. അതുകൊണ്ടൊന്നും അങ്ങയെ കിട്ടില്ല എന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. ഭക്തിയാദോഷ ഭഗവാൻ ഗതയൂതമായ, ഭക്തിയോട് കൂടിയിട്ട് അങ്ങയെ അങ്ങയുടെ നാമങ്ങളെ കൊണ്ട് നല്ലോണം സ്തുതിച്ചപ്പോഴല്ലേ അവരെയൊക്കെ അങ്ങ് അനുഗ്രഹിച്ചത്. അങ്ങയുടെ അപാതാരബിന്ദങ്ങളിൽ അതിമനോഹരമായിട്ടുള്ള കിസലയം തപപാദമൂലം, തളിരുകൾ പോലെയുള്ള അങ്ങയുടെ അപാതാരബിന്ദങ്ങളിലോട് ചേരാൻ വേണ്ടിയിട്ട് മനസ്സിനെ അർപ്പിച്ചുകൊണ്ട് വെച്ചിരുന്ന സകലവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങ് ഇങ്ങനെ സകലവരും പേടിച്ച് പറിച്ച് നിൽക്കുകയാണ്. ബ്രഹ്മാദി ദേവന്മാർ മുഴുവൻ പേടിച്ച് പറിച്ച് നിൽക്കുന്ന ഈ ഭാവത്തെ അങ്ങനെ ഉപസംഹരിക്കണം ഭഗവാനെ. അങ്ങയുടെ അവതാര ലക്ഷ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞില്ലേ? ഇനി അങ്ങ് എല്ലാവരെയും പേടിപ്പിക്കുന്നതായിട്ടുള്ള ഈ രൂപത്തെ ഉപസംഹരിക്കണം. ലോകാസ്ഥ നിർവൃതിവിധ പ്രതിയന്തി സർവേ രൂപം നൃസിംഹ വിപയായ ജനാസ്മരന്തി. ജനങ്ങൾ മുഴുവൻ നൃസിംഹം എന്നുള്ള ഭാവത്തിലുള്ള അങ്ങയുടെ ഈ രൂപത്തെ ഈ എല്ലാ ജനങ്ങളും ഓർത്ത് സ്മരിച്ചുകൊണ്ടിരിക്കും. ഇനി അങ്ങ് ഈ ദേഷ്യത്തെയൊക്കെ അടക്കി മാറ്റി അനുഗ്രഹിക്കണം. എല്ലാവരും പേടിച്ച് വരച്ച് നിൽക്കുകയാണ്. എനിക്കൊരു പേടിയില്ല, നാഹം വിഭേമി, എനിക്ക് യാതൊരു പേടിയില്ല. അങ്ങയുടെ അതിഭയാനകമായിട്ടുള്ള അങ്ങയുടെ വാട് പോലെ നീണ്ടുകിടക്കുന്ന ആ നാവും, ഇങ്ങനെ തീയിലിട്ട് പഴുപ്പിച്ച സ്വർണം പോലെ ഇരിക്കുന്നതായിട്ടുള്ള കണ്ണുകളും, അങ്ങയുടെ ആ പുരികക്കൊടികളും, വില്ല് പോലെ വളഞ്ഞിരിക്കുന്ന പുരികക്കൊടികളും ദംഷ്ട്രങ്ങളൊന്നും കണ്ടിട്ട് എനിക്ക് യാതൊരു ഭയവും തോന്നുന്നില്ല. എനിക്ക് ഈ ജീവിത മരണമാകുന്ന ചക്രത്തിൽ കിടന്ന് കറങ്ങേണ്ടി വരില്ലേ എന്നുള്ള ഭയമാണുള്ളത്. ത്രതോസ്മ്യകം കൃപണവത്സല ദുസ്സഹോഗ്ര സംസാര ചക്രകഥനാം പ്രണീത. ഈ സംസാര ചക്രത്തിൽ കിടന്ന്, ഒരു ചക്രത്തിൽ കിടന്ന്, ജീവിതമാകുന്ന ചക്രത്തിൽ കിടന്ന്, ജീവിത മരണമാകുന്ന ചക്രത്തിൽ കിടന്നിട്ട് ഇങ്ങനെ കറങ്ങി നടക്കേണ്ടി വരില്ലേ എന്നൊരു പേടി മാത്രമേ എനിക്കുള്ളൂ. ഈ രൂപം കണ്ടിട്ടൊന്നും എനിക്ക് യാതൊരു പേടിയില്ല ഭഗവാനെ. എന്തൊരു ഭാവമാണ് നോക്കുക കുട്ടിയുടെ. ഭഗവാന്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞപ്പോഴേ ഈശ്വരാനുഗ്രഹം, ഈശ്വരാനുഭവം അങ്ങനെ ഉണ്ടായിക്കിട്ടപ്പോൾ മനസ്സിലുണ്ടായിട്ടുള്ള മാറ്റമാണ്. ഈശ്വരാനുഭവം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനാ പേടിക്കേണ്ടി വരിക? പിന്നെ എന്തിനാണ് നമുക്ക് പേടിക്കേണ്ടി വരിക? ആകെയുള്ള പേടി ഈ ജീവിതത്തിൽ ദുഃഖവും സുഖവും ഒക്കെ അങ്ങനെ കൂടിക്കലർന്നുകൊണ്ട് ഈ ജനനവും മരണവുമായിട്ട് ഇങ്ങനെ ജീവിത ചക്രത്തിൽ കിടന്ന് നട്ടം തിരിയേണ്ടതില്ലേ? മതിയായി ഭഗവാനെ. പക്ഷികൾ കൂട് വിട്ട് കൂട് മാറണ പോലെ ഈ ജീവാത്മാവ് ഇങ്ങനെ ഓരോ കൂടും വിട്ട്, ഈ കൂട് വിട്ട് മാറി വേറൊരു കൂട്ടിൽ പോയി കുറേ കാലം താമസിക്കും. അത് കഴിഞ്ഞാൽ ആ കൂട് ഉപേക്ഷിക്കും. അത് കഴിഞ്ഞാൽ വേറൊരു കൂട് കൂട്ടി അവിടെ പോയി താമസിക്കും. ഇങ്ങനെ പക്ഷികൾ കൂട് മാറി പോണ പോലെ ഇങ്ങനെ സഞ്ചരിച്ച് ജീവിച്ച് മരിച്ച് ജീവിച്ച് മരിച്ച് ജനന മരണാദികളിൽപ്പെട്ട് ഈ ജീവാത്മാവ് ഇങ്ങനെ ഉടരുന്നത് കൊണ്ട് മനസ്സിലായി അങ്ങയുടെ മനോഹരമായിട്ടുള്ള പത്മപാദങ്ങളിലേക്ക് എന്നെ ചേർക്കാൻ ഇനി എന്താണ് താമസം? സകലതും അങ്ങയുടെ സൃഷ്ടിയല്ലേ? അങ്ങയുടെ നാഭീകമലത്തിൽ നിന്ന് ബ്രഹ്മാവിനെ സൃഷ്ടിച്ച് ആ ബ്രഹ്മാവിനാൽ അങ്ങ് തന്നെ, രജോഗുണ പ്രധാനമായിട്ടുള്ള ബ്രഹ്മാവിനെ അങ്ങ് തന്നെ വെച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് ആ സത്യത്തെ മായയാകുന്ന ഒരു ആവരണം കൊണ്ട് മൂടി അത് ഉണ്മയാണ് എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുകയല്ലേ അങ്ങ് ചെയ്യുന്നത്? സത്യത്തെ മായയാകുന്ന ആവരണം കൊണ്ട് മൂടിയിട്ട് ഈ പ്രപഞ്ചം സത്യമാണ് സത്യമാണ് എന്ന് തോന്നിപ്പിക്കുകയല്ലേ അങ്ങ് ചെയ്യണത്? അങ്ങനെയുള്ള ആ അങ്ങയുടെ പാദകമലങ്ങളിലേക്ക് എല്ലാവരും എത്തിച്ചേരാൻ വേണ്ടിയിട്ടല്ലേ സകല ഭക്തന്മാരുടെയും മനസ്സ് ആഗ്രഹിക്കുന്നത്? എല്ലാം അങ്ങ് തന്നെയല്ലേ കാര്യവും കാരണവും
കർത്തൃത്വവും മുഴുവൻ അങ്ങല്ലേ സൃഷ്ടിക്കുന്നതും സംഹരിക്കുന്നതും അതിനെ പരിപാലിക്കുന്നതും ഒക്കെ അങ്ങ് തന്നെയല്ലേ. യസ്മിൻ യദോ യർഹി യേന യസ്യ യസ്മാ യസ്മൈ യഥാ യതുദയസ്തപര പരോവ. ഏതാണോ എന്താണോ എവിടെയാണോ ആരാണോ എല്ലാം അങ്ങ് തന്നെയാണ്. ആ അങ്ങയെ ഞാനിതാ അങ്ങയോട് ചേർക്കാൻ വേണ്ടിയിട്ട് ഇതാ സന്നാഹം ചെയ്യുന്നു. ഈ ലൗകികമായ സുഖങ്ങളൊക്കെ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട് ഭഗവാനെ. എൻ്റെ അച്ഛൻ 14 ലോകങ്ങളെയും കീഴടക്കി ഞാനാണ് ഏറ്റവും വലിയ ആള് എന്നുള്ള രീതിയിലേക്ക് വെച്ചുകൊണ്ട് സകല ശക്തിയും സംഭരിച്ച് 14 ലോകങ്ങളിൽ മുഴുവൻ കീഴടക്കിക്കൊണ്ടുള്ള ശക്തിയായിട്ടുള്ള എൻ്റെ അച്ഛൻ ഒന്ന് പുരികക്കുടി ഒന്ന് വളച്ചിട്ട് ഒന്ന് ചെറിയായിട്ട് പുഞ്ചിരിച്ചിട്ട് ഒന്ന് അട്ടഹസിച്ച് കഴിഞ്ഞാൽ സ്വർഗീയമായ സുഖങ്ങളൊക്കെ ദേവന്മാർ അച്ഛൻ്റെ കാക്കൽ കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദുഷ്ടാമയാ ദിവിഭോ അഖിലദിഷ്ടമാനാം ആയുശ്രീയോ വിഭവിച്ചതി. മനുഷ്യന്മാർ മുഴുവൻ ആഗ്രഹിക്കുന്ന ആയുസ്സാണെങ്കിലും ഐശ്വര്യമാണെങ്കിലും വിഭവങ്ങളാണെങ്കിലും ലൗകികമായ സുഖങ്ങളാണെങ്കിലും അത് മുഴുവൻ എൻ്റെ അച്ഛൻ ഒന്നിങ്ങനെ അട്ടഹസിച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ മുമ്പിൽ ഇത് മുഴുവൻ കൊണ്ട് സമർപ്പിച്ചിട്ട് ഇങ്ങനെ വിറച്ചു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്ര ശക്തിമാനായിരുന്നു എൻ്റെ അച്ഛൻ. ആ അച്ഛനെ അരനിമിഷം കൊണ്ടല്ലേ അങ്ങ് വധിച്ചു കളഞ്ഞത്. എനിക്കതിൽ യാതൊരു തരത്തിലുള്ള ദുഃഖവും തോന്നുന്നില്ല ഭഗവാനെ. അച്ഛൻ്റെ കർമ്മഫലം അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ജനനം മരണം ഇതൊക്കെ അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമാണ്. ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചിട്ട് ഓരോ ജീവൻ ഓരോ ഉടലിനെ സ്വീകരിച്ച് ജനിക്കും. കർമ്മങ്ങൾക്കനുസരിച്ചിട്ട് മരിക്കും. ജനന മരണാദികൾ മുഴുവൻ തന്നെ കർമ്മഫലങ്ങൾക്കനുസരിച്ചിട്ടാണ്. അച്ഛൻ ചെയ്ത കർമ്മങ്ങൾ, ആ കർമ്മങ്ങളുടെ ഫലമാണ് അച്ഛൻ അനുഭവിച്ചത്. പല പ്രാവശ്യം അച്ഛനോട് പറഞ്ഞു നോക്കി, അച്ഛാ അങ്ങയാകുന്ന ബലമാണ് എല്ലാവരുടെയും, അച്ഛൻ്റെയും സകല ചരാചരങ്ങളുടെയും ബലം അങ്ങാണ്. അതുകൊണ്ട് ഈ ദുഷ്ടഭാവം ആശ്രയമായ ഭാവമൊക്കെ ഉപേക്ഷിച്ച് അങ്ങ് ശ്രീഹരിയെ ആശ്രയിക്കൂ എന്ന് പല പ്രാവശ്യം പറഞ്ഞു നോക്കിയിട്ടും അച്ഛൻ്റെ ഉള്ളിലുള്ള ദുഷ്ടഭാവത്തെ പിടിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലം അച്ഛൻ അനുഭവിക്കുകയും ചെയ്തു. മൽ പ്രാണരക്ഷണമനന്ത, എൻ്റെ പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി പിതുരുപതശ്ച അച്ഛനെ അങ്ങ് വധിച്ചു കളഞ്ഞു. മന്യേ സുഹൃത്യ ഋഷിവാക്യമൃതം വിതാതും, ഋഷിവാക്യത്തെ അമൃതമാക്കാൻ നാരദന് കൊടുത്തിരുന്ന വാക്ക്. എൻ്റെ അമ്മയായിട്ടുള്ള കയാതു നാരദൻ്റെ ആശ്രമത്തിൽ അമ്മയുടെ ഗർഭത്തിൽ ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്ക് നാരദൻ കൂടി വാക്ക് കൊടുത്തിട്ടുണ്ട്, അല്ലയോ ദേവി, ദേവിയുടെ ഉള്ളിലുള്ള ഈ കുട്ടിയെ ഒരാൾക്കും വധിക്കാൻ കഴിയില്ല. അസുരസ്ത്രീ ആയതുകൊണ്ട് പേടിയായിരുന്നു, വധിക്കാൻ കഴിയില്ല. ആ വാക്കിനെ അമൃതമാക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ വാക്കിനെയും അമൃതമാക്കാൻ വേണ്ടിയിട്ട്, രണ്ട് തരത്തിലും, ഒരു ഭക്തന്റെ വാക്കിനെ അമൃതമാക്കാൻ വേണ്ടിയിട്ട്, ഒരു ഭക്തന്റെ വാക്കിനെ സത്യം വിധാതും നിജഭൃത്യഭാഷിതം, നിജഭൃത്യനായിട്ടുള്ള ഒരു ഭക്തന്റെ വാക്കുകളെ സത്യമാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ആ തേജസ് സകലതയ്ക്കൊരു വ്യാപ്തി അത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. ഭൂതേഷു അഖിലേഷു ചാത്മന, തൻ്റെ ആ യശസ് ആ ചേതസ് സകല ദിക്കിലും വ്യാപിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങ് ഈ രൂപത്തെ സ്വീകരിച്ചത്, അല്ലേ? എൻ്റെ വാക്യത്തെ സത്യമാക്കാൻ വേണ്ടിയിട്ടല്ലേ അച്ഛൻ എന്നെ കൊണ്ടുവന്ന് ആ കൊട്ടാരത്തിൻ്റെ അന്തർത്തളത്തിലേക്ക് ഇവിടെ എറിഞ്ഞ്, എവിടെ ക്വാസോ, എവിടെ നിന്റെ ഹരി, എവിടെ ശ്രീഹരി എന്നവനെ ഉറക്കെ അണ്ടറിക്കൊണ്ട് ചോദിച്ചപ്പോൾ, കസ്മാൽ സ്തംഭേന, ഈ തൂണിൽ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ, ദൃശ്യതയെ അവിടെ ഞാൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. തൂണിൽ ഞാൻ കാണുന്നുണ്ട് അച്ഛാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ ആ തൂണ് തൻ്റെ അതിഘോരമായ മുഷ്ടി കൊണ്ട് ഇടിച്ചങ്ങട് തകർത്ത് കഴിഞ്ഞപ്പോൾ, തൂണങ്ങട് പിളർന്നു കഴിഞ്ഞപ്പോൾ, അങ്ങ് അതിൽ നിന്ന് വരാതിരുന്നെങ്കിലോ എൻ്റെ വാക്ക് അസത്യമായി പോകുമായിരുന്നില്ലേ? അവിടെ ഉണ്ട്, എൻ്റെ ഭഗവാൻ അവിടെ ഉണ്ട്, എൻ്റെ ഭഗവാൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ ആ തൂൺ അങ്ങോട്ട് പൊട്ടിച്ചു കളഞ്ഞപ്പോൾ അങ്ങ് അതിൽ നിന്ന് വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ വാക്ക് പാഴ്വാക്കായി പോകുമായിരുന്നില്ലേ?
സത്യം വിധാതം നിജപ്രത്യഭാഷിതം. തൻ്റെ ഭക്തന്റെ വാക്കിനെ സത്യമാക്കാൻ വേണ്ടിയിട്ട് സകല ദിക്കിലും ഞാൻ വ്യാപിച്ചിരിക്കേണ്ടതെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ അദൃശ്യത അത്യത്ഭുതരൂപമുദ്വകൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. ആ സഭയുടെ എല്ലാവരും കാണെ സ്തംഭേ ആ തൂണിൽ നിന്ന് മൃഗവുമല്ല മനുഷ്യനുമല്ലാത്തൊരു രൂപത്തെ സ്വീകരിച്ച് നരഹരി രൂപം സ്വീകരിച്ചുകൊണ്ടങ്ങ് വന്നത്. ആ അങ്ങേയല്ലാതെ മത അപരോപതുകം ഫലാമി, അങ്ങേയല്ലാതെ ഇനി ആരെയാണ് ഞാൻ ആശ്രയിക്കേണ്ടത്? സകലവരും പേടിച്ച് വിറച്ച് നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള രൂപം സ്വീകരിച്ചുകൊണ്ട് എല്ലാത്തിൻ്റെയും നിദാനമായിട്ടുള്ള സകലത്തിൻ്റെയും നിദാനമായിട്ടുള്ള ആ അങ്ങയല്ലാതെ ആരെയാണ് ഞാൻ ഇനി എൻ്റെ മനസ്സ് ആരുടെ പാദങ്ങളിലേക്കാണ് ഞാൻ ഇനി കൊണ്ടുപോയിട്ട് ചേർക്കേണ്ടത്? മനുഷ്യരാണെങ്കിൽ ഇവിടെ അന്യോന്യ ജന്മമരണാശന ഭീതം ജനിച്ചും മരിച്ചും ഇങ്ങനെ കിടന്ന് കുറച്ചു കാലം കൂടെ ജീവിതത്തിൽ സ്വപര വിഗ്രഹ വൈരമൈത്രം, വൈരവും മൈത്രവും മിത്രീഭാവവും മൈത്രഭാവവും വൈരഭാവവും ഒക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ മനുഷ്യൻ കിടന്നിട്ട് ഈ ജീവിത ചക്രത്തിൽ കിടന്നിട്ട് നട്ടം തിരിയുമ്പോൾ എനിക്ക് സങ്കടം തോന്നുകയാണ്. ഭഗവാനെ, എന്നെ അനുഗ്രഹിച്ച പോലെ എല്ലാ മനുഷ്യരെയും അങ്ങ് അനുഗ്രഹിക്കണം. ഈ ലൗകിക സുഖങ്ങൾ തുച്ഛമാണ് എന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. ഭഗവാനെ, ലൗകികമായ സുഖങ്ങൾ ഒരു കണ്ടൂയനം പോലെ, ഒരു ഉണന് പോലെ, എൻ മൈഥുനാകി ഗൃഹമേതി സുഖം കി തുച്ഛം കണ്ടൂയനേനവ കരയോരിവ ദുഃഖം തൃപ്യന്തി നേഹ കൃപണ ബഹുദുഃഖപാകെ കണ്ടൂതിവൻ മനസ്സിജം വിഷഭേദധീര. ഒരു കണ്ടൂയനം പോലെ, ഒരു ഉണര് പോലെ ആദ്യം അത് നമുക്ക് സുഖം തരും. പക്ഷെ ആത്യന്തികമായിട്ട് ഈ സുഖം തരുന്ന അതേ വസ്തു തന്നെ നമുക്ക് എന്ത് തരും? ദുഃഖം തരും എന്നുള്ള സത്യം മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. സുഖം തരുന്ന വസ്തു തന്നെ നമുക്ക് എന്ത് തരും? ദുഃഖം തരും. എത്രത്തോളം അതിനോട് ചേർന്നിരിക്കുന്നുവോ അത്രത്തോളം നമുക്ക് അപ്പം സുഖം കിട്ടും. പക്ഷേ എത്രത്തോളം ചേരുന്നുവോ അത്രത്തോളം ദുഃഖം നമുക്ക് അനുഭവിക്കേണ്ടി വരും. കാരണം എല്ലാ വസ്തുക്കളും നശിക്കും, നമ്മൾ ചേർത്ത് പിടിച്ചിരിക്കുന്ന എല്ലാം നശിക്കും എന്നുള്ള പരമമായ സത്യം, നശിക്കാത്ത ഒരേ ഒരു സത്യം മാത്രമേ ഉള്ളൂ. അങ്ങനെയാകുന്ന സത്യം ഈശ്വര സത്യം, പ്രപഞ്ച സത്യമായിട്ട് ഈ പ്രപഞ്ചത്തിൽ സത്യം വരം ധീമകി പരമമായ സത്യമായിട്ടുള്ള അങ്ങേ ഉള്ളൂ എന്ന് മൂഢനായിട്ടുള്ള മനുഷ്യൻ ഇപ്പോഴും പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നില്ലല്ലോ ഭഗവാനെ. അതുകൊണ്ട് അവരെ മൗനം വ്രത ശ്രുത തപോധ്യേന സ്വധർമ്മ വ്യാഖ്യാരഹോ ജപസമാധയാപവർഗ്യ. നിരവധി തരത്തിലുള്ള വ്രതങ്ങളിൽ കൂടി മൗനവ്രതങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള വ്രതങ്ങളോ ഒക്കെ തന്നെ ഭഗവാനിലേക്കുള്ള മാർഗങ്ങളാണ്. ഭഗവാനിലേക്ക് എത്താനുള്ള മാർഗമാണ് വ്രതങ്ങൾ. ഏകാദശി വ്രതമായാലും തിങ്കളാഴ്ച വ്രതമായാലും തിരുവാതിര വ്രതമായാലും ശിവരാത്രി വ്രതമായാലും മൗനവ്രതമായാലും ഏത് വ്രതങ്ങളും മനസ്സിന് ഏകാഗ്രമായിട്ട് ഭഗവാനിലേക്ക് എത്താനുള്ള ഒരു മാർഗമാണ്. അങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ ആ മാർഗങ്ങൾ കാണിച്ചു കൊടുത്ത് ജപസമാധാന